ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമിനോടനുബന്ധിച്ചുകൊണ്ട് ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസിനും അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റിനും BCom BBAക്ക് 2 ദിവസത്തെ ക്രാഷ് കോഴ്സ് കൊടുക്കപ്പെടുന്നു. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗ്രൂപ്പ് ലിങ്കിൽ ജോയിൻ ആവുക. എക്സാം വ്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റിൻ്റെ 2ാമത്തെ മൊഡ്യൂളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് സമയം കളയാതെ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 1ാമത്തെ ചോദ്യമായിരുന്നു വാട്ട് ഈസ് ട്രെൻഡ് അനാലിസിസ്. 2016 2 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് വാട്ട് ഈസ് ട്രെൻഡ് അനാലിസിസ്. ട്രെൻഡ് അനാലിസിസ് ഷോയിങ് general tendencies or direction in each item of financial statement. It refers to comparing the past data over a period of time with a base year. Trend analysis എന്താണെന്ന് ചോദിച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ടെൻഡൻസി അല്ലെങ്കിൽ ഡയറക്ഷൻ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റോ ബാലൻസ് ഷീറ്റോ അത് ഒന്നിലധികം വർഷങ്ങളിലെ ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെൻറ്റും എടുത്തുകൊണ്ട് കമ്പയർ ചെയ്ത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് നോക്കി അതിൻ്റെ ശതമാനത്തിൽ വരുന്ന വർധനവും മറ്റും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. അഥവാ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. ആ ഡയറക്ഷൻ കാണിക്കുന്നത് ചിലപ്പോൾ ബാലൻസ് ഷീറ്റിലെ ഓരോ ഐറ്റവും അതിൽ ചിലപ്പോൾ വർധനവായിരിക്കാം വന്നിരിക്കുക. ഉദാഹരണത്തിന് ഒരു 5 വർഷത്തെ ബാലൻസ് ഷീറ്റ് തന്നു കഴിഞ്ഞാൽ അതിലെ അസറ്റ് അത് വർദ്ധിക്കുകയാണോ കുറയുകയാണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിലെ സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുകയാണോ കുറയുകയാണോ എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഒരു ബേസ് ഇയറിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മറ്റു വർഷങ്ങളിൽ ഉള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഐറ്റംസിന്റെ വർധനവോ കുറവോ ശതമാനത്തിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വാട്ട് ഡു യു മീൻ ബൈ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഓർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? 2014 2016 ചോദിച്ച ചോദ്യമാണ്. 2 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എന്താണെന്നുള്ളത്. പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഹെൽപ്സ് ടു കമ്പയർ ഫിനാൻഷ്യൽ ഡേറ്റ ഫോർ 2 or more years. A comparative balance sheet shows increase or decrease in figure and in percentage of various items in the balance sheet. അഥവാ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ആദ്യമേ നോക്കാം. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷങ്ങളിലെ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഇൻക്രീസും ഡിക്രീസും അതിൻ്റെ ശതമാനവും പ്രസന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അനാലിസിസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇത് പ്രോബ്ലമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റോ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റോ എന്തുമായിക്കോട്ടെ അതിൽ വരുന്ന 2 വർഷത്തിലെ വിവരങ്ങളെ ഇൻക്രീസോ ഡിക്രീസോ കണ്ടുകൊണ്ട് അതിൻ്റെ ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വാട്ട് ആർ ദി കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് കംപ്ലീറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? 2014 2 മാർക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? 1ാമത്തതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. 2ാമതായി ബാലൻസ് ഷീറ്റ് ഓർ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. 3ാമത്തത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഓണേഴ്സ് ഇക്വിറ്റി. 4ാമത്തത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. 5ാമത്തത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. പിന്നീടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നാം നോക്കും. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വാട്ട് ഡു യു മീൻ ബൈ ഇൻട്രാഫേം അനാലിസിസ്? 2014 2 മാർക്ക് ചോദ്യമായിരുന്നു. ഇൻട്രാഫേം അനാലിസിസ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കമ്പാരിസൺ ഓഫ് 2 or more departments or divisions of the same business unit with the objective of meaningful analysis in order to improve the operational efficiency. ഒരു സ്ഥാപനത്തിനുള്ളിലുള്ള അനാലിസിസ് ആണ് ഇൻട്രാഫേം അനാലിസിസ് എന്ന് പറയുന്നത്.
ഒരു സ്ഥാപനത്തിലുള്ള വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളെയോ ഡിവിഷനുകളെയോ കമ്പയർ ചെയ്തുകൊണ്ട് അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പയർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് ഇൻട്രാഫേം അനാലിസിസ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുകയാണ് ഇൻട്രാഫേം അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഇന്റർഫേം അനാലിസിസ്. ഇന്റർഫേം അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? അഥവാ അതൊന്നും കൂടെ വൈഡാണ്. അഥവാ 2 സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ 3 സ്ഥാപനങ്ങളെ, ഒന്നിലധികം സ്ഥാപനങ്ങളുടെ പെർഫോമൻസ് അവിടെ മെഷർ ചെയ്യുകയാണ് ഇന്റർഫേം അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ഓഫ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. 2015 15 മാർക്ക് ചോദിച്ച ചോദ്യമാണ്. അന്ന് വെയിറ്റേജ് ഒക്കെ ആയിരുന്നു. അന്ന് ചോദിച്ച ചോദ്യമാണ്. എന്ത്? ഫിനാൻഷ്യൽ അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്സും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ടെക്നിക്സുകളും എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം നമുക്ക് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് നോക്കാം. അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, സിംപ്ലി ഫിനാൻഷ്യൽ അനാലിസിസ് is the detailed study of financial statement. The term analysis literally means to break into parts. It means simplification of data. It means simplification of data. The term interpretation literally means to explain the meaning of. The financial analysis, അതിൻ്റെ മറ്റൊരു പേരാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അനാലിസിസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ വളരെ ആഴത്തിൽ പഠിക്കുക എന്നതാണ്. അഥവാ ബാലൻസ് ഷീറ്റിനെയും ഇൻകം സ്റ്റേറ്റ്മെന്റിനുള്ളിലെയും വ്യത്യസ്ത എലമെന്റുകളെ എടുത്തുകൊണ്ട് അവ തമ്മിലുള്ള ബന്ധം വിശദീകരിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, തയ്യാറാക്കുന്ന അനാലിസിസ് ആണ് എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. അഥവാ ഇത് തമ്മിലുള്ള ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ ഫിനാൻഷ്യൽ അനാലിസിസിൽ കാണിക്കുന്നത്. ഇനി അനാലിസിസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വ്യത്യസ്ത ഭാഗങ്ങളാക്കുക എന്നതാണ് അതിൻ്റെ ലിറ്ററലി മീനിങ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അനാലിസിസിൽ ബാലൻസ് ഷീറ്റും സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ കിടക്കുന്ന ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെന്റും ഒക്കെ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യുക എന്നതാണ് അനാലിസിസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഇന്റർപ്രിട്ടേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നതോ ടു എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ്, അതിൻ്റെ ലിറ്ററലി മീനിങ് എന്തെങ്കിലും ഒരു കാര്യത്തെ വിശദീകരിക്കുക എന്നതാണ്. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു വെച്ചിരിക്കുന്ന ഡേറ്റയെ ഒന്നുകൂടി വിശദീകരിക്കുക എന്നതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്റർപ്രിട്ടേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർപ്രിട്ടേഷനും അനാലിസിസും കൂടി ചേർന്നതാണ്. അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്ന ബാലൻസ് ഷീറ്റിലെയും ഇൻകം സ്റ്റേറ്റ്മെന്റിലെയും വ്യത്യസ്ത എലമെന്റുകളെ എടുത്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ട് അവ തമ്മിലുള്ള പരസ്പര ബന്ധം വിശദീകരിച്ച് സിംപ്ലിഫൈ ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം മാനേജേഴ്സിനെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പ്രാപ്തരാക്കുക എന്നതാണ്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് ആണ് ടു ഹെൽപ്പ് സൗണ്ട് ആൻഡ് എക്കണോമിക് ഡിസിഷൻ മേക്കിംഗ്, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക. രണ്ടാമത്തത് ടു അസസ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ഫിനാൻഷ്യൽ പെർഫോമൻസ്, ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ അനാലിസിസ് ഉപയോഗിക്കാം. മൂന്നാമതായി ടു സ്റ്റഡി സോൾവൻസി ആൻഡ് ലിക്വിഡിറ്റി ഓഫ് ദി ഫേം, വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ് സോൾവൻസി. ഒരു സ്ഥാപനത്തിൻ്റെ ദീർഘകാലയളവിലുള്ള ബാധ്യതകൾ കൊടുത്തു തീർക്കാനുള്ള ശേഷിയാണ് സോൾവൻസി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലിക്വിഡിറ്റിയോ ഒരു സ്ഥാപനത്തിൻ്റെ ഹ്രസ്വ കാലയളവിലുള്ള അഥവാ ഷോർട്ട് പീരീഡിലുള്ള ബാധ്യതകൾ ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാനുള്ള ശേഷിയാണ് ലിക്വിഡിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അനാലിസിസ് ഉപയോഗിക്കുന്നു, അത് ലക്ഷ്യമിടുന്നു. നെക്സ്റ്റ് ടു മേക്ക് കമ്പാരിസൺ, ഇന്റർഫേം കമ്പാരിസണും ഇൻട്രാഫേം കമ്പാരിസണും ഒക്കെ എന്ത് സഹായിക്കുന്നു? ഫിനാൻഷ്യൽ അനാലിസിസ് സഹായിക്കുന്നു. മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് കമ്പാരിസൺ നടത്താനും ഒരു സ്ഥാപനത്തിനുള്ളിൽ തന്നെ കമ്പയർ ചെയ്യാനും ഒക്കെ ആ പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് ടു ജഡ്ജ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ബിസിനസ്. പ്രോഫിറ്റബിലിറ്റി മീൻസ് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ലാഭം
ഉണ്ടാക്കിയെടുക്കാനുള്ള ശേഷിയാണ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. അത് എത്രത്തോളം, ആ സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ എത്രയാണ്, അതിന് ആനുപാതികമായിട്ടുള്ള റിട്ടേൺ ആ സ്ഥാപനം നൽകുന്നുണ്ടോ, ആ സ്ഥാപനത്തിൻ്റെ സെയിൽസ് എത്രയാണ്, അതിന് ആനുപാതികമായിട്ടുള്ള റിട്ടേൺ ആ സ്ഥാപനത്തിന് നൽകാൻ സാധിക്കുന്നുണ്ടോ, അതാണ് ഇവിടെ പരിശോധിക്കപ്പെടുന്നത്. ഇതിനൊക്കെ ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളെയാണ് ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ടും 6-7 ടൂളുകളുണ്ട്. ഒന്നാമത്തെ ടൂളാണ് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനും രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഒക്കെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻക്രീസും ഡിക്രീസും വിത്ത് പെർസെൻറ്റേജ് ആയിട്ട് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമതാണ് ട്രെൻഡ് അനാലിസിസ്. ഒരു കോമൺ ബേസ് എടുത്തുകൊണ്ട് മറ്റു വർഷങ്ങളിലെ ഡേറ്റയെ എന്തിലേക്ക് മാറ്റുന്നു, പെർസെൻറ്റേജിലേക്ക് മാറ്റുന്നതാണ് ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ട്രെൻഡ് ഡയറക്ഷനാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. ആ ദിശ എങ്ങോട്ടാണ്, അപ്വേർഡ് മൂവ്മെന്റ് ആണോ ഡൗൺവേർഡ് മൂവ്മെന്റ് ആണോ എന്ന് പറയുകയാണ് അവിടെ ചെയ്യുന്നത്. മൂന്നാമത്തത് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനത്തിലെ കോമൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലൻസ് ഷീറ്റിനെയോ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റിലെയോ പൊതുവായിട്ടുള്ള ഒരു ടോട്ടൽ എടുത്തുകൊണ്ട് അതിൻ്റെ മറ്റ് ഐറ്റമുകളെ, എലമെന്റുകളെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കോമൺ സൈസ് ബാലൻസ് ഷീറ്റും ഉണ്ട്, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റും ഉണ്ട്. കോമൺ സൈസ് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ടോട്ടൽ അസറ്റിനെയോ ടോട്ടൽ ലൈബിലിറ്റിയോ എടുത്തുകൊണ്ട് ബാലൻസ് ഷീറ്റിലെ ഓരോ ഐറ്റത്തെയും ഏതിലേക്ക് മാറ്റുന്നു, ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നെറ്റ് സെയിൽസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ ഇൻകം സ്റ്റേറ്റ്മെന്റിലെ ഓരോ ഐറ്റത്തെയും, അഥവാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ടാക്സ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇവയൊക്കെ ഏതിലേക്ക് മാറ്റുന്നു, പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവസാനമായിട്ട് നമ്മുടെ ഒരു പ്രോബ്ലം ചോദ്യമായിരുന്നു ഒരു കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. ദീപ്തി ലിമിറ്റഡിൻ്റെ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒരു പ്രോബ്ലം കൂടി വന്നിട്ടുണ്ട്. ഒന്നുമില്ല, സാധാ ഒരു ബാലൻസ് ഷീറ്റ് പോലെ തന്നെ നമ്മൾ ഇതിലേക്ക് മാറ്റുന്നു, ഓരോ ഐറ്റത്തെയും കമ്പയർ ചെയ്തുകൊണ്ട് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് കാണും. ഉദാഹരണത്തിന് നമ്മുടെ അസറ്റ് എടുത്ത് നമുക്ക് ഉത്തരം തുടങ്ങാം. അപ്പം ആൻസർ എഴുതുമ്പോൾ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ തന്നെ എന്താണ് ഒരു 3 കോളം ആക്കി എഴുതുക. 4ാമത്തെ കോളം ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ്, 5ാമത്തെ കോളം അതിൻ്റെ പെർസെൻറ്റേജ്. എന്താണ് ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും അതിൻ്റെ പെർസെൻറ്റേജും എഴുതുക. ഇൻക്രീസ് ആണെങ്കിൽ അവിടെ ബ്രാക്കറ്റ് ഇല്ലാതെ കൊടുക്കുക, ഡിക്രീസ് ആണെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുക്കുക എന്നഥവാ നെഗറ്റീവ് ഫിഗർ ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഐറ്റവും നമുക്ക് എടുത്തു നോക്കാം. നമുക്ക് ആദ്യമേ അസറ്റ് എഴുതുക. ഫിക്സഡ് അസറ്റ് 2011 60 ലക്ഷമാണ്, 2012 72 ലക്ഷമായി. വർധനവ് എത്രയാണ്, 12 ലക്ഷത്തിന്റെ വർധനവ്. അത് ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. 12 ഡിവൈഡഡ് ബൈ 60 × 100 20% ആണ്. അങ്ങനെ ഫിക്സഡ് അസറ്റ് എഴുതി. നെക്സ്റ്റ് ആണ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ വരുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, 10 2 വർഷവും 10 10 ആണ്. അപ്പോൾ 0% ആണ് അതിൽ വരുന്ന മാറ്റം. നെക്സ്റ്റ് കറണ്ട് അസറ്റ്. അപ്പോൾ ചോദ്യം എങ്ങനെയും വരാം, കറണ്ട് അസറ്റിലെ ഓരോ ബിൽസ് റിസീവബിൾ, ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് അങ്ങനെ തരാം. അങ്ങനെ തരുമ്പോൾ നിങ്ങളൊരു സബ് ടോട്ടൽ കൂടി കാണണം. എങ്ങനെ, കറണ്ട് അസറ്റ്, ടോട്ടൽ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ഫിക്സഡ് അസറ്റുകളും എങ്ങനെ തരാം, എലമെന്റുകളാക്കി തരാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ എന്ന് പറഞ്ഞുകൊണ്ട്, വെഹിക്കിൾസ് അങ്ങനെ പറഞ്ഞുകൊണ്ട് തരാം. അപ്പോഴും അതെന്ത് ചെയ്യണം, ടോട്ടൽ ഫിക്സഡ് അസറ്റ് എന്നുകൊണ്ട് ടോട്ടലിലേക്ക് ആക്കിയിട്ട് എഴുതണം. അപ്പം നെക്സ്റ്റ് ടോട്ടൽ അസറ്റ്. അപ്പോൾ കറണ്ട് അസറ്റ് എത്രയാണെന്ന് നോക്കൂ. കറണ്ട് അസറ്റ് 30 21, അഥവാ 9 ലക്ഷം കുറഞ്ഞു. ആ 9 ലക്ഷം 9 ഡിവൈഡഡ് ബൈ 30 × 100 30% കുറഞ്ഞതായിട്ട് എഴുതി. ഇനി വേറെ ഐറ്റം ഒന്നുമില്ല. അസറ്റ് സൈഡിൽ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ അസറ്റ് എത്രയാണ്, 100 ലക്ഷം 103 ലക്ഷം. അപ്പോൾ അതിന് 3 ലക്ഷമാണ് വർധനവ്, അഥവാ ശതമാനത്തിൽ 3%. ഇനി ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റീസ്. ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡ് എഴുതുക, ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റീസ്. അതിൽ ആദ്യമേ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ്. 50 lakh 50 lakh, ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല, സോ 0% ആണ് അതിൽ മാറ്റം. നെക്സ്റ്റ് റിസർവ് ആൻഡ് സർപ്ലസ് എത്രയാണെന്ന് നോക്കൂ.
10 ലക്ഷം 12 ലക്ഷം 2 ലക്ഷത്തിന്റെ വർധനവാണുള്ളത്. 2/10 × 100 അത് എത്രയാണോ അത്രേ ശതമാനം, 20% മാറ്റം. അത് അങ്ങനെ എഴുതുന്നു. നെക്സ്റ്റ് ആണ് ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസർവ്സും കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കിട്ടും. അത് 60 62 രണ്ടാണ് മാറ്റം, 3.33%. നെക്സ്റ്റ് ലോങ് ടൈം ലോൺ ഉണ്ട്, 30 ലക്ഷം 30 ലക്ഷം മാറ്റമില്ലാതെ തുടരുന്നു. നെക്സ്റ്റ് കറണ്ട് ലയബിലിറ്റീസ് ആണ്, 10 ലക്ഷം 11 ലക്ഷം 1 ലക്ഷമാണ് മാറ്റം. ആ 1/10 × 100 10% മാറ്റം. ടോട്ടൽ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് 100 ലക്ഷം 103 ലക്ഷം അഥവാ 3 lakh ആണ് ഡിഫറൻസ്, 3%. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. അടുത്ത മൊഡ്യൂളിലെ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു.